ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ചെപ്പീസ് കിച്ചൻ. ഇന്ന് ഞാൻ വൈകുന്നേരം ചായക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ മയോണൈസ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വെള്ളം മാത്രം മതിയെങ്കിൽ വെള്ളം എടുത്തിട്ടും ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ മഞ്ഞയും വെള്ളയും എല്ലാം എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 മുട്ടക്ക് 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു ചെറുനാരങ്ങയുടെ നീരും പിന്നെ അര ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ നന്നായി അടിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടി ഞാനൊരു ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ സവാള, പിന്നെ ക്യാബേജ് ഇതെല്ലാം ചോപ്പ് ചെയ്തെടുത്തതാണ്. അത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മയോണൈസിൽ ഉപ്പിട്ടതുകൊണ്ട് ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കന് കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണിത്. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ 2 മുട്ടൻ്റെ ഫുള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി മയോണൈസ് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ എൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിവിടെ മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിന് വലിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ബ്രെഡും എടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ബ്രെഡ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിവിടെ മാറ്റി വെച്ചിട്ട് വീണ്ടും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുക. അപ്പം ഫുള്ള് ബ്രെഡും ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാൻഡ്വിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു പീസ് ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മയോണൈസ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. മയോണൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. ചില ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും, ചില ആൾക്കാർക്ക് കുറവായിരിക്കും ഇഷ്ടം. അതുമല്ല നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ മയോണൈസ് ഞാനിതിൻ്റെ മേലെ ഫുള്ളായിട്ട് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെയായിട്ട് ഞാൻ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എല്ലായിടത്തും ആവുന്ന തരത്തിൽ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ചെയ്യാം. ഇനി വേറൊരു പീസ് ബ്രെഡ് എടുക്കുക. ആ പീസ് ബ്രെഡുമ്മലും കുറച്ച് മയോണൈസ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അധികമൊന്നും വേണ്ട, കുറച്ച്
ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് അധികം ആൾക്കാരും ഉണ്ടാക്കുമായിരിക്കും, എന്നാലും ഉണ്ടാക്കാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി ഇതിന് ഇത് 2 പീസാക്കിയിട്ട് ഞാനിതാ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ബാക്കി ഫുള്ളും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.